പാലക്കാട് പട്ടാമ്പിയിൽ ലോട്ടറി കടയിൽ മോഷണം. പള്ളിപ്പുറം റോഡിലെ ലോട്ടറി സെന്ററിൽ നിന്നാണ് പണം കവർന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ. പട്ടാമ്പി പള്ളിപ്പുറം റോഡിലെ ഭുവനേശ്വരി ലോട്ടറി സെന്ററിൽ നിന്നാണ് ഉടമയുടെ കണ്ണു വെട്ടിച്ച് മോഷ്ടാവ് സ്ഥാപനത്തിനകത്ത് കയറി പണം അപഹരിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും എത്ര വിദഗ്ധമായാണ് പട്ടാപ്പകൽ ഇന്ന് 8:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. കടയ്ക്കുള്ളിലേക്ക് ഈ യുവാവ് പ്രവേശിക്കുന്നു. ഈ സ്ഥാപനം ഉടമ വളരെ അടുത്തേക്കാണ് അദ്ദേഹം മാറി നിന്നിട്ടുള്ളത്. തന്റെ കടയിൽ നിന്ന് വളരെ അടുത്തേക്ക് അദ്ദേഹം മാറി നിൽക്കുന്നു. അപ്പോൾ തന്നെ ഈ കറുത്ത ഷർട്ടിട്ട യുവാവ് ഈ കടയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഏറെ നേരം കടയ്ക്കകത്ത് തുടരുകയാണ്. അതായത് ഈ പണമടങ്ങിയ ബോക്സിലൊക്കെ പണമുണ്ടോ എന്ന് നോക്കുന്നു. ഇദ്ദേഹം തിരികെ കടയിലേക്ക് തന്നെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. ആ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ കടയുടെ ഉടമയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇയാൾ കയറുന്നതും ഇറങ്ങുന്നതും CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പട്ടാമ്പി പോലീസ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ മോഷ്ടാവിന്റെ ഒരു വൈദഗ്ധ്യം ശ്രദ്ധിക്കണം. കാരണം പട്ടാപ്പകൽ ഇങ്ങനെ ഈ കടയ്ക്കുള്ളിലേക്ക് കടന്ന് ഈ പണം മോഷ്ടിക്കാനുള്ള ശ്രമമാണ് ഈ പ്രതി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സ്ഥാപന ഉടമ പറയുന്നത്. നമുക്ക് ആ യുവാവ് വരുന്നതടക്കം ഈ CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ കടയുടമയെ ഒരുപക്ഷെ നന്നായി അറിയാവുന്ന ഒരാളായിരിക്കും പ്രതി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹം അല്പസമയം അങ്ങോട്ട് മാറി നിൽക്കുന്നു. ആ സമയത്താണ് വളരെ വിദഗ്ധമായി കടയ്ക്കകത്തേക്ക് ഈ പ്രതി പ്രവേശിക്കുന്നതും തുടർന്ന് അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് ആ സാധനങ്ങൾ തിരയുന്നത്. എന്താണ് പണമടങ്ങുന്ന ബോക്സ് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അതല്ല, ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് അദ്ദേഹം നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം മടങ്ങി വരുന്നുണ്ടോ എന്ന്. എന്തായാലും പട്ടാപ്പകൽ നടത്തിയിട്ടുള്ള ഈ മോഷണത്തിലെ പ്രതിയെ എത്രയും വേഗത്തിൽ പിടികൂടണമെന്നാണ് അവിടുത്തെ വ്യാപാരികളടക്കം ആവശ്യപ്പെടുന്നത്. കാരണം അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരു ആശങ്കയും ഭീതിയുമായി മാറിയിരിക്കുകയാണ് ഈ മോഷ്ടാവിന്റെ സാന്നിധ്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്ഥാപന ഉടമയെ നന്നായി അറിയാവുന്ന ആളാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് നിരന്തരം നോക്കുന്നു, അന്വേഷിക്കുന്നു. അതിനുശേഷമാണ് ഈ മോഷ്ടാവ് കടയ്ക്കകത്തേക്ക് കയറുന്നത്. എന്തായാലും കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ്.